സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മധുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. അതെ, സംസാരിച്ചിരിക്കുകയാണോ? സംസാരിച്ചിരിക്കുന്നല്ല, ഈ പിള്ളേരോട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് മാനന്തവാടി രൂപതയൊക്കെ കുറിച്ച്. പിള്ളേർക്ക് എന്തോരം അറിവാണ്. അത്രയ്ക്ക് അറിവാണെങ്കിൽ എനിക്കും ദേ ഇരിക്കുന്ന ഓഡിയൻസിനൊക്കെ ഒന്ന് പറഞ്ഞതാ. അല്ല, അത് പറയാം, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. ഓ, അത് ശരിയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ഓഡിയൻസിനും എല്ലാവർക്കും വേണ്ടി നമ്മുടെ ക്വിസ്റ്റ്യൻമെന്റ് സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന്. ഓക്കെ. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ്, സാന്തോ മിഷൻ ക്വിസ് ടേബിളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സമ്മാനങ്ങളും ചോദ്യങ്ങളുമായി MSTയുടെ പ്രേഷിത വാഹിനി എത്തി നിൽക്കുന്നത് മാനന്തവാടി രൂപതയിലെ നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ചർച്ചിലാണ്. സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന മാനന്തവാടി രൂപതയുടെ സർവേ കണക്കനുസരിച്ച് ഏകദേശം 36,000-ഓളം കുടുംബങ്ങളാണുള്ളത്. 12 ഫൊറോനകളും ഒരു റീജിയണും 161 ഇടവകകളുമാണ് മാനന്തവാടി രൂപതയിലുള്ളത്. ഈ ചരിത്ര നടത്തത്തിൽ രൂപതയുടെ രൂപീകരണത്തിനായി വിയർപ്പൊഴുക്കിയ അൽമായരും സമർപ്പിതരും വൈദികരും ഏറെയാണ്. ശക്തമായ അടിത്തറമേൽ പണിത മാനന്തവാടി രൂപതയിലെ നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിലെ നല്ല ചുണയുള്ള കുട്ടികളും അതുപോലെ തന്നെ ഓഡിയൻസുമാണ് നമ്മുടെ ചുറ്റുമായിരിക്കുന്നത്. ആ ഒരു തിരുമുറ്റത്താണ് നമ്മൾ നമ്മുടെ ബാക്കി അവശേഷിക്കുന്ന 2 പാർട്ടിസിപ്പൻസുമായിട്ട് നിൽക്കുന്നത്. ഈ 2 പാർട്ടിസിപ്പൻസിൽ അടുത്തതായിട്ട് ആരാണ് നമ്മുടെ പ്രേഷിത വാഹിനിൽ കയറാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ പതിവ് പോലെ തന്നെയല്ലേ, ഒരു ഗെയിം കൊടുത്ത് അവരിൽ ആരാണ് ആദ്യം ജയിക്കുന്നതെന്ന് നോക്കിയല്ലേ നമ്മൾ കയറ്റാൻ പോകുന്നത്. എന്തായാലും 2 പാർട്ടിസിപ്പൻസ് ബാക്കി നിൽക്കുമ്പോൾ ഗെയിം തന്നെ നമ്മൾ നടത്തും. അങ്ങനെയാണെങ്കിൽ ഏതാ ഗെയിം അങ്ങ് പറഞ്ഞു കൊടുത്തേക്കാം. നമുക്ക് ഒത്തിരി വിശുദ്ധരുണ്ടല്ലേ, ഭാരതത്തിനകത്തും പുറത്തുമായി ഒത്തിരി വിശുദ്ധർ നമുക്കുണ്ട്. ഒത്തിരി വിശുദ്ധരെ നമുക്ക് പേരെല്ലാം അറിയാം. അറിഞ്ഞൂടെ? ഓഡിയൻസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഗെയിം ഇതാണ്. ഈ ABCDEF എന്ന് പറയുന്ന ആ ആൽഫബറ്റിക് ഓർഡർ ഇല്ലേ ഇംഗ്ലീഷിലെ, ആ ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ വളരെ ചുരുങ്ങിയ സമയത്ത് ഈ ഓർഡറിൽ നമ്മുടെ വിശുദ്ധരുടെ പേര് പറയണം. ഇതാണ് നമ്മുടെ ഗെയിം. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏകദേശം ആ ഓർഡറിൽ ഏറ്റവും ആദ്യം പറയുന്നത് ആരാണോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഓർഡറിൽ പറയുന്നത് ആരാണോ, ആ പാർട്ടിസിപ്പന്റ് ആയിരിക്കും അടുത്തതായി നമ്മുടെ പ്രേഷിത വാഹിനിയിൽ കയറാനായിട്ട് പോകുന്നത്. ഒരു പേര് പറഞ്ഞ അടുത്ത പേരിന് സമയമൊന്നും എടുക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ചാടി പറയണം. ഓഡിയൻസ് നിങ്ങൾ ശ്രദ്ധിക്കില്ലേ? ശ്രദ്ധിച്ചോളണം. അങ്ങനെയാണെങ്കിൽ അവിടെ തുടങ്ങിയാലോ? അതെ, മാക്സിമം ഒരു 15 സെക്കൻഡ് ആയിരിക്കും നമ്മുടെ പാർട്ടിസിപ്പന്റിന് നൽകുന്നത്. അവർക്ക് അത്രയും തന്നെ വേണ്ടി വരും. 10 സെക്കൻഡ് ഒക്കെ മതിയാവും. 15 സെക്കൻഡ് ഒന്നും ആവശ്യം നമ്മുടെ പാർട്ടിസിപ്പൻസിന് വരില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ തുടങ്ങാം. അതെ, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സെന്റ് ആന്റണീസ്, സെന്റ് ബർത്തലോമിയോ, വിശുദ്ധ ക്ലാര പുണ്യവതി, വിശുദ്ധ ഡൊമിനിക് സാവിയോ, മാർ ഇവാനിയോസ്. സ്റ്റോപ്പ്. 5 വിശുദ്ധരെ ABCDE വരെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആളെ നോക്കാം. പറഞ്ഞവരെ പറയാൻ പാടില്ല. ടൈം സ്റ്റാർട്ട്സ് നൗ. വിശുദ്ധ അൽഫോൻസ, ചാവറയച്ചൻ, ഡൊമിനിക് സാവിയോ. സ്റ്റോപ്പ്. 3 വിശുദ്ധരെ പറഞ്ഞു, പക്ഷെ B വെച്ചൊരു വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയോ പറഞ്ഞില്ല. അപ്പോൾ ആരാ അടുത്തായി നമ്മുടെ പ്രേഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്? ആരാ? അതെ, കൈ കാണിക്കുന്നുണ്ട്.
അടുത്തതായി പ്രേക്ഷിത വാഹിനിയിൽ കയറാനുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് സനുവിനാണ്. വളരെ നല്ല കയ്യടിയോടെ തന്നെ നമുക്ക് സനുവിനെ പ്രേക്ഷിത വാഹിനിയിലേക്ക് അയക്കാം. സീറ്റിലേക്ക് മടങ്ങാൻ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് അടുത്ത ചാൻസ് ഉണ്ട്. പ്രേക്ഷിത വാഹനത്തിൽ കയറിയാലോ? ഓക്കെ. പക്ഷേ പ്രൊഫൈൽ കാണണം. സനു ആരാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊഫൈൽ കാണാം. ഹായ്, എൻ്റെ പേര് സനു ജോസ്. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാലമാണല്ലോ മഴക്കാലം. കടുത്ത വേനലിന് ശേഷം ലഭിക്കുന്ന ആ മഴ നമുക്ക് പകരുന്ന കുളിര്, അതിന്റെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് കുളിര് പകരുന്നത് എൻ്റെ പള്ളിയും എൻ്റെ സൺഡേ സ്കൂളുമാണ്. ഇതാണ് എൻ്റെ ഇടവകപ്പള്ളി, സെന്റ് സെബാസ്റ്റ്യൻ സെർത്തോണിച്ചാൽ. നമ്മൾ ഏതൊരു മഴക്കാലത്തും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ അമ്മയോടൊപ്പം ആയിരിക്കാനാണ്. ഈ പള്ളിയിൽ വന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കുമ്പോൾ, അമ്മയോടൊപ്പം സ്നേഹ സംഭാഷണങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം, അതാണ് നമുക്ക് ഏറ്റവും വലുത്. ആ മാതാവിന്റെ സ്നേഹമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പ്രൊഫൈല് കണ്ടു, പക്ഷെ ഇത്രയൊന്നും അറിഞ്ഞാൽ പോരാ, ഇനിയും അറിയണം. പക്ഷേ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം, പതിയെ പരിചയപ്പെടാല്ലേ? ആയിക്കോട്ടെ. അതെ, ക്വസ്റ്റ്യൻസ് എന്താണ് അതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് സനു. ഓ, തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷിത വാഹനം ഓടി കയറിക്കോളൂ. ഗെയിമിന്റെ റൂൾസ് എല്ലാം അറിയാം? അറിയാം. റെഡിയാണ്? റെഡിയാണ്. 4 റൗണ്ടാണ് നമുക്കുള്ളത്. ജെറുസലേം റൗണ്ട്, അഡ്ജൻഡസ് റൗണ്ട്, ജെറിക്കോ റൗണ്ട്, മാർഗം റൗണ്ട്. ഏതാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? മാർഗം റൗണ്ട്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ ആയിരിക്കും കാണിക്കുക. ഏതൊക്കെ വിശുദ്ധരെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ ചാവറ കുര്യാക്കോസ്, വിശുദ്ധ അൽഫോൻസാമ. ആരെയാണ് കൂടുതൽ ഇഷ്ടം? വിശുദ്ധ അൽഫോൻസാമയാണ് ഇഷ്ടം. അതെ, എന്തുകൊണ്ടോ സനുവിനെ ഏറ്റവും ഇഷ്ടം വിശുദ്ധ അൽഫോൻസാമയെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം നോക്കിയാലോ? അൽഫോൻസായുടെ സ്ഥൈര്യലേപനം നടന്നത് എന്ന് കാർമികൻ ആരായിരുന്നു? ഇതാണ് ചോദ്യം. അൽഫോൻസാമയെ ഒത്തിരി ഇഷ്ടമാണെന്നാ പറഞ്ഞേ. അപ്പോൾ അൽഫോൻസാമയുടെ സ്ഥൈര്യലേപനം നടന്നത് എന്നാണെന്നും കാർമികൻ ആരായിരുന്നെന്നൊക്കെ സനുവിന് കൃത്യമായിട്ട് അറിയേണ്ടതാണ്. സ്ഥൈര്യലേപനം നടന്നത് അറിയില്ല ചേച്ചി. എന്നാണെന്നും കാർമികൻ ആരാണെന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഡിയൻസിനോട് ചോദിച്ചാലോ? അവർക്കറിയാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞങ്ങൾ തരികയാണ്. എന്നാണ് അൽഫോൻസായുടെ സ്ഥൈര്യലേപനം നടന്നത്? അന്നത്തെ കാർമികൻ ആരായിരുന്നു? ആര് പറയുന്നേ? ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്, നമ്മുടെ ഐറിനാണ്. നമുക്ക് പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് ഐറിനെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കയ്യടി കൊടുത്തേ. 1910 ഒക്ടോബർ 27 നടത്തിയത് ഫാദർ ജോസഫ് ചക്കാലയും. ഉറപ്പാണോ? ഉറപ്പാണ്. ഒത്തിരി പേടിപ്പിക്കണ്ട, നമുക്ക് ആൻസർ നോക്കിയാലോ? ആൻസർ ചെക്ക് ചെയ്യാം. 1921 ജനുവരി 21 മാർ കുര്യാളശ്ശേരി പിതാവാണ് അൽഫോൻസാമയുടെ സ്ഥൈര്യലേപനം നടത്തിയത്. എന്തായാലും സഹായിക്കാനായിട്ട് ഐറിൻ ഓടി വന്നു. ഐറിന് നല്ലൊരു കയ്യടി കൊടുത്തേ. ഇനി നമുക്ക് സനുവിലേക്ക് തിരിയാം. സനു, ഓ, ഒരു ഉത്തരം തെറ്റിപ്പോയി. സാരമില്ല, കുഴപ്പമില്ലാതെ നമ്മൾ പറഞ്ഞതിന് മുൻപേ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോവാം. അവശേഷിക്കുന്നത് 3 റൗണ്ടാണ്. ഇതിലേത് റൗണ്ടാണ് സനു ചൂസ് ചെയ്യുന്നത്? അഡ്ജൻസ് റൗണ്ടിലേക്ക് പോവാം. തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്: സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും.
ഏതാണ് സനു ആദ്യം ചൂസ് ചെയ്യുന്നത്? മിഷൻ. മിഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. മാണ്ഡ്യ രൂപത സ്ഥാപിതമായത് എന്ന്? 4 ഓപ്ഷനാണുള്ളത്. 2010 ജനുവരി 18, 2000 ജനുവരി 18, 2001 മാർച്ച് 13, 1993 ആഗസ്റ്റ് 5. ജനുവരി 18 ആണോ? 2010 ജനുവരി 18 ആണോ നമ്മളോട് സംശയം ചോദിക്കുവാണ്. അത് ഉറപ്പിക്കട്ടെ? ഉറപ്പിച്ചു. അത് ഉറപ്പിക്കാം. ഒന്നും അറിയാണ്ട് വെറുതെ 2010 പറയുമൊന്നുമില്ല. വെറുതെ നമ്മളെ ടെൻഷൻ അടുപ്പിച്ച് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? അവർ കൈയടിക്കുന്നുണ്ട് സനു. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. അതെ, പറഞ്ഞതുപോലെ തന്നെ ചുമ്മാ നമ്മളെ ടെൻഷൻ അടുപ്പിച്ചല്ലേ. ഈ ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ ഈ റൗണ്ടില് ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. മുസിരിസിലേക്കുള്ള വഴിയിൽ തോമാസ് ലീഹ പ്രസംഗിച്ച ദ്വീപ് ഏതാണ്? മുസിരിസിലേക്കുള്ള വഴിയിൽ തോമാസ് ലീഹ പ്രസംഗിച്ച ദ്വീപ് ഏതാണ്? സകോത്ര ദ്വീപ്. സകോത്ര ദ്വീപ് ഉറപ്പാണ്? ഉറപ്പാണ്. ഇത്ര ഉറപ്പായിട്ട് ഇങ്ങനെ തലയെ കാട്ടി പറയുമ്പോൾ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. സകോത്ര ദ്വീപ് ഉത്തരം ശരിയാണ്. ആദ്യത്തെ ഒരു ഉത്തരം തെറ്റെങ്കിലും രണ്ടാമത്തെ റൗണ്ടിൽ വന്ന 2 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഈ റൗണ്ടിലെ സമ്മാനം നമുക്ക് സനുവിന് കൊടുക്കാം. സനുവിന്റെ 2 റൗണ്ട് കഴിഞ്ഞു. സനു ദേ സമ്മാനം കൊണ്ടുപോയി. ഇപ്പൊ നമ്മുടെ ഓഡിയൻസിന് ചെറിയൊരു അസൂയ കാണില്ലേ സമ്മാനം കിട്ടാത്തതില്? അസൂയേ? എന്തിന്? നമ്മുടെ ഓഡിയൻസിന് അസൂയൊന്നുമില്ല. എനിക്ക് തോന്നണുണ്ട്. ഓ, എനിക്ക് തോന്നുന്നു വെറുതെ അവരുടെ മുഖക്കൊന്ന് ഡള്ളായിട്ട് ഇരിക്കുന്നേ. ഒരു കാര്യം ചെയ്യാം, ഒരു ചോദ്യം കൊടുത്തു നോക്കാം. അവർ സമ്മാനം കൊണ്ടുപോകട്ടെ. ചോദ്യം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒട്ടും താമസിപ്പിക്കണ്ട. ആ ചോദ്യം അങ്ങ് ചോദിച്ചോ. ചോദ്യം ഇതാണ്: നടവയൽ ഹോളി ക്രോസ് ഇടവക ദേവാലയത്തിന്റെ ആദ്യ സ്ഥിര വികാരി ആരായിരുന്നു? എവിടെ? നമ്മുടെ കൈകളിൽ അവിടെ സിസ്റ്റർ കൈപൊക്കി. സിസ്റ്ററെ വേഗം വാ, നമുക്ക് ആ ഉത്തരം പറഞ്ഞ് സമ്മാനം മേടിച്ചിട്ട് പോകാം. നല്ലൊരു കൈയ്യടി നമുക്ക് സിസ്റ്ററിന് കൊടുക്കാം. ഫാദർ തോമസ് കരിങ്ങാട്ടിൽ. അത് തന്നെയാണോ? ആണ്. അവിടെ ഒരു കൊച്ചുമിടുക്കൻ കൈപൊക്കിയിരുന്ന ആൻസർ അറിയോ? മുന്നോട്ട് പോരെ. സച്ചിൻ. ചെറുതായിട്ടൊന്ന് അല്ലെ, പക്ഷെ ഏകദേശം കറക്റ്റ് ആണ്. ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ടായിരിക്കാം ചെറിയൊരു സംശയം വന്നിട്ടുള്ളത്. പക്ഷെ ആൻസർ ഏകദേശം കറക്റ്റ് ആണ്. റെവറൻഡ് ഫാദർ ബെർക്കുമെൻസ്. കുട്ടി പറഞ്ഞത് ഡെർക്കുമെൻസ് എന്നാണ്. ചെറിയൊരു മിസ്റ്റേക്ക്. സാരില്ലല്ലോ, കുഴപ്പമില്ലല്ലോ അല്ലെ. മിടുക്കൻ ഇവിടം വരെ വന്ന ആൻസർ പറഞ്ഞു. അപ്പോൾ ഓഡിയൻസ് റൗണ്ടിന്റെ ആ സമ്മാനം നമുക്ക് ഇവന് കൊടുക്കാം. അങ്ങനെ ഓഡിയൻസ് റൗണ്ടും കഴിഞ്ഞൊരു സമ്മാനവും മേടിച്ചൊരു കൊച്ചുമിടുക്കൻ പോയിട്ടുണ്ട്. നമ്മുടെ സനു അടുത്ത ചോദ്യത്തിന് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ്. സനു അടുത്ത ചോദ്യം കണ്ടാലോ? അവശേഷിക്കുന്നത് 2 റൗണ്ടാണ്. ഏത് റൗണ്ടാണ് വേണ്ടത്? ജെറുസലേം റൗണ്ട്. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിലുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനുമായിരിക്കും ജെറുസലേം റൗണ്ടിൽ വരുന്നത്. നമുക്ക് ചോദ്യം കണ്ടാലോ? ഗോവ രൂപത സ്ഥാപിതമായത് എന്ന് അംഗീകാരം നൽകിയ മാർപ്പാപ്പ ആര്? 4 ഓപ്ഷനാണ് ഉള്ളത്. 1458 പയസ് 2 മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം, 1533 3 പൗലോസ് മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം, 1670 ക്ലെമന്റ് 10 മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം, 1775 പയസ് 6 മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം. ഇതിലേത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? 1533 3 പൗലോസ് മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം. ഉറപ്പാണ്? ഉറപ്പാണ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിലെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 1533 രൂപതമായ ഗോവ രൂപതയുടെ
അധികാര പരിധി? ഗുഡ് ഹോപ്പ് മുനമ്പ് മുതൽ ചൈന വരെയുള്ള പോർച്ചുഗീസ് അധീനതയിലുള്ള കിഴക്കൻ രാജ്യങ്ങൾ. നല്ല വൃത്തിയായിട്ട് ഉത്തരമൊക്കെ പഠിച്ചു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സനു ശരിയായിരിക്കും ഉത്തരം? ശരിയായിരിക്കും. ആയിരിക്കോ? ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആ, ഗുഡ് ഹോപ്പ് മുനമ്പ് മുതൽ ചൈന വരെയുള്ള പോർച്ചുഗീസ് സ്വാധീനത്തിൽ കീഴിലുള്ള കിഴക്കൻ രാജ്യങ്ങളെല്ലാം. ഉത്തരം ശരിയാണ്. അങ്ങനെ ഈ റൗണ്ടിലെ 2 ചോദ്യവും ശരിയാക്കിയിട്ടുണ്ട്. ആ സമ്മാനം നമുക്ക് സനുവിന് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സനുവിന്റെ 3 റൗണ്ടും അവസാനിച്ചിട്ടുണ്ട്. ഈ സമയത്ത് എല്ലാവരെയും ഒന്ന് എന്റർടൈൻ ചെയ്യിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? നമുക്കൊരു ആക്ഷൻ സോങ് ഉണ്ടല്ലോ. ആക്ഷൻ സോങ്ങോ? ആരാ വരുന്ന ആക്ഷൻ സോങ് ആയിട്ട്? നമ്മുടെ ഈ ഇടവകയിലെ നല്ല കുഞ്ഞു മിടുക്കികളാണ്. നമുക്ക് വളരെ സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കയ്യടി കൊടുത്തേ അവർക്ക്. കണ്ടോ കണ്ടോ കൽഭരണിയിൽ അത്ഭുത വീഞ്ഞ്, കാനാ എന്നൊരു നാട്ടിലന്നൊരു കല്യാണ വീട്ടിൽ. കണ്ടോ കണ്ടോ കൽഭരണിയിൽ അത്ഭുത വീഞ്ഞ്, കാനാ എന്നൊരു നാട്ടിലന്നൊരു കല്യാണ വീട്ടിൽ. ഡും 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 പട 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 ഡും 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 പട 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 മണവാളനും മണവാട്ടിയും എത്തി ഹോയ് ഹോയ്. ഡും 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 പട 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 ഡും 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 പട 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 മണവാളനും മണവാട്ടിയും എത്തി ഹോയ് ഹോയ്. ഗംഭീരനാണേ വരൻ സുന്ദരനാണേ, ശാലീലയാണേ വധു ഒരു സുന്ദരി മോളാണേ. ഹായ് ഹായ് കണ്ടോ നമ്മുടെ ഈശോയുണ്ടവിടെ, ദേ ദേ മോനോടൊപ്പം മാതാവുമുണ്ടേ. ഡും 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 പട 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 ഡും 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 പട പട പട. ഒത്തിരിയുണ്ടേ ഒത്തിരിയുണ്ടേ ചുറ്റിലുമുണ്ടേ ഒറ്റവരെല്ലാരും. ഒരു കൂട്ടം ജനമുണ്ടാ കല്യാണ വീട്ടിൽ. തുര 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 വിനു വിളമ്പി കുട 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 വിനു കുടിച്ച് ചറ പറ പറ സ്വരം പറഞ്ഞ് എന്തൊരു സന്തോഷം അരങ്ങിൽ എന്തൊരു സന്തോഷം. ഇത്തിരി നേരമാതാ എന്തോ കുശു കുശുക്കുന്നു, എന്തോ പിടഞ്ഞമ്പോ അണിയറാകെ അലങ്കോലം, എന്തോ പിടഞ്ഞമ്പോ അണിയറാകെ അലങ്കോലം. അയ്യോ കഷ്ടം, ഇനി എന്തു ചെയ്യും? തീർന്നു പോയി വീഞ്ഞു തീർന്നു പോയി, അപമാനമായല്ലോ ദൈവമേ. ഓടി ഓടിയെത്തിയ യേശുവിനോടോ നിമലെ വീഞ്ഞു തീർന്നു പോയി, അവരുടെ വീഞ്ഞു തീർന്നു പോയി. തൊഴുതു വിട്ടൊരു ചോദ്യം, ഈശോ എനിക്കും നിനക്കുമെന്ത്, സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത്. സമ്മതിച്ചില്ല അമ്മ സമ്മതിച്ചില്ല, അവനരുളും പോലെ നിങ്ങൾ ചെയ്യൂ കൂട്ടരെ, അവനരുളും പോലെ നിങ്ങൾ ചെയ്യൂ കൂട്ടരെ. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ, ബ്ലും ബ്ലും കില 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 ബ്ലും ബ്ലും കല 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 വക്കോളമെത്തി, ഭരണികൾ വക്കോളമെത്തി. ബ്ലും ബ്ലും കില 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 ബ്ലും ബ്ലും കല 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 വക്കോളമെത്തി, ഭരണികൾ വക്കോളമെത്തി. നിങ്ങൾ അറിഞ്ഞോ അത്ഭുതമുണ്ടായി, വലിയൊരു അത്ഭുതമുണ്ടായി. കൽഭരണിയിലെ വെള്ളം വീഞ്ഞായി മാറി, ഈശോ വീഞ്ഞാക്കി മാറ്റി. ഹായ് ഹായ് എന്തു മധുരം, ഹോ ഹോ എന്തൊരു വീര്യം, ഹേ ഹേ എന്തു പണി ഇത്, ആരും വിളമ്പാത്തേ നിങ്ങൾ ആരും വിളമ്പാത്തേ. ഡും 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 പട 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 ഡും 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 പട പട പട. ഉല്ലാസമായി കനയിൽ അത്ഭുതമുണ്ടായി. കൽഭരണികളാൽ പ്രിയരെ
ഇനിയാണ് സനുവിന് അവശേഷിക്കുന്നത് ജെറീക്കോ റൗണ്ട്. വിഷ്വൽ റൗണ്ടായ ജെറീക്കോ റൗണ്ടാണ്. ഒരു വീഡിയോ സ്ക്രീനിൽ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. അവിടെ ഒരു റൈറ്റിംഗ് പാഡ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന നോട്ട്സ് എല്ലാം കുറിച്ചെടുക്കുക. അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. ഓക്കെ, വീഡിയോ കണ്ടാലോ? കരുണ്യ സദൻ സെന്റ് തോമസ് മിഷൻ സൊസൈറ്റിയുടെ മണ്ഡ്യ റീജിയന്റെ സോഷ്യൽ സർവീസ് സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. 2016 മുതൽ കോണനഹള്ളി തിട്ടു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം വഴിയായിട്ട് സമൂഹത്തിലെ വേദന അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ ആളുകൾക്ക് വിവിധ രീതിയിലുള്ള ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2016 നവംബർ മാസത്തിൽ സ്ഥാപിച്ച ഈ സ്ഥാപനം ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ചും കൊറോണ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ആളുകൾക്ക് സഹായമായി തീർന്നിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ടുള്ളത് മാനസധാര എന്ന് പറയുന്ന മാനസികാരോഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ കേന്ദ്രമാണ്. കർണാടക സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടെ മാനസികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന, ശാരീരികമായ വൈകല്യങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഡേ കെയർ സെൻറ്ററിൽ ഈ കഴിഞ്ഞ 6 വർഷങ്ങളിൽ ഒത്തിരിയേറെ ആളുകൾക്ക് സഹായമായി തരുവാനായിട്ട്, ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു ഗ്രാമത്തിൻ്റെ നടുവിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമവാസികളായ ആളുകൾക്ക് പല രീതിയിലുള്ള ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ഗ്രാമത്തിലുള്ള നിർധനരായ കുട്ടികൾക്ക് ദിവസവും ഞങ്ങൾ ഫ്രീ ആയിട്ട് ട്യൂഷൻ നടത്തി കൊടുക്കുന്നുണ്ട്. 3 ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ 100ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ തന്നെ വൈകുന്നേരങ്ങളിൽ വന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് കീഴിൽ മറ്റ് 7 വില്ലേജുകളിൽ ട്യൂഷൻ സെൻ്ററുകൾ നടത്തുന്നുണ്ട്. അവിടെയും നിർധനരായ കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് ട്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവതികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സൗജന്യമായിട്ട് ടൈലറിങ് സെൻ്ററുകൾ നടത്തുന്നുണ്ട്. ആ ടൈലറിങ് സെൻ്റർ നടത്തി ഇന്ന് ഒത്തിരിയേറെ ആളുകൾ കഴിഞ്ഞ 6 വർഷം കൊണ്ട് 600-ലധികം സ്ത്രീകളെ നമ്മൾ ഈ രീതിയിൽ പരിശീലിപ്പിച്ച് അയച്ചിട്ടുണ്ട്. ഇന്ന് പലരും പല ഗാർമെൻറ്റ്സ് ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിധവകളെ സഹായിക്കുവാനുള്ള പദ്ധതിയുണ്ട്. ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് സമൂഹത്തിൽ താഴെക്കടയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വയം സഹായ സംഘങ്ങൾ നടത്തുന്നുണ്ട്. അതുവഴിയായിട്ട് ഒരാൾക്ക് 50,000 രൂപ ലഭിക്കുന്ന രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ലോൺ കൊടുക്കാറുണ്ട്. അങ്ങനെ 2 കോടിയോളം രൂപ നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത് അത് നമ്മൾ തിരിച്ച് മേടിച്ച് മറ്റുള്ളവർക്ക് സഹായമായ രീതിയിൽ വീണ്ടും വിനിയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വീഡിയോ എല്ലാം ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചു. നമുക്ക് ചോദ്യം കാണാം. കാരുണ്യ സദൻ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏത് റീജിയന്റെ സോഷ്യൽ സർവീസ് സെന്റർ ആണ്? കാരുണ്യ സദൻ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏത് റീജിയന്റെ സോഷ്യൽ സർവീസ് സെന്റർ ആണ്? മാണ്ഡ്യ രൂപതയുടെ കോളനഹള്ളി എന്ന് പറഞ്ഞ പ്രദേശത്ത് ആണ്. ഉറപ്പാണ്? ഉറപ്പാണ്. നമുക്ക് എന്തായാലും ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമാണെന്ന് പ്രതീക്ഷിക്കാം. ആൻസർ ചെക്ക് ചെയ്യാം. മാണ്ഡ്യ, ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചോദ്യം ശരിയാക്കിയിട്ടുണ്ട് സനു. സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനം കൊടുക്കാം. അങ്ങനെ സനുവിൻ്റെ 4 റൗണ്ട് കഴിഞ്ഞു. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് നമ്മുടെ ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കണം. ഓഡിയൻസ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഓഡിയൻസ് ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം ഇതാണ്: നടവയലിലെ ആദ്യ രൂപതാ വൈദികൻ ആര്? ആദ്യം നമ്മുടെ സിസ്റ്റർ കൈപൊക്കി കഴിഞ്ഞ് രണ്ടാമത് ചോദ്യം ഒന്നും ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. സിസ്റ്റർ കൈപൊക്കിയിട്ടുണ്ട്. സിസ്റ്റർ വേഗം വാ. നമ്മുടെ പ്രേക്ഷിത വാഹനങ്ങളുടെ അടുത്ത് നിന്നിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞ് സമ്മാനവും മേടിച്ചിട്ട് പോകാം. സിസ്റ്ററിന് നല്ലൊരു കൈയടി എല്ലാവരും ഒന്ന് കൊടുത്തേ. ഫാദർ തോമസ് കരിങ്ങാട്ടിൽ. ഫാദർ തോമസ് കരിങ്ങാട്ടിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ആൻസർ ഒന്നുമില്ലല്ലോ. ഇനി പിണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല, കാരണം ആൻസർ കറക്റ്റ് ആണ്. ഫാദർ തോമസ് കരിങ്ങാട്ടിൽ. അപ്പൊ ഈ ഓഡിയൻസ് റൗണ്ടിലെ ഗിഫ്റ്റ് നമ്മുടെ സിസ്റ്ററിനുള്ളതാണ്. ആ ഗിഫ്റ്റ് നമുക്ക് സിസ്റ്ററിന് കൊടുക്കാം. ബാക്കി ഓഡിയൻസിന്റെ മുഖത്തൊരു സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമായിരുന്നായിരിക്കും ഈ ഉത്തരം, അല്ലേ? അത് മാത്രമായിരിക്കില്ല,
നമ്മുടെ സനു ഇവിടെ നിൽക്കല്ലേ, ഒരു ചോദ്യം കൂടി ബാക്കിയില്ലേ, എന്തായിരിക്കും സനു ഉത്തരം പറയോ ഇല്ലേ എന്നുള്ള ടെൻഷനും കൂടെ കാണും. അങ്ങനെയാണെങ്കിൽ സനുവിനുള്ള ജനറൽ ക്വസ്റ്റ്യൻ ഇതാണ്. 1967 പള്ളി പുതുക്കി പണിയുന്നതിനായി ചേർന്ന പൊതുയോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആര്? ജേക്കബ് തൂങ്കുഴി പിതാവ്. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണെങ്കിൽ നമുക്ക് സനുവിന് അത്ര ടെൻഷനൊന്നും അടുപ്പിക്കണ്ട, നമുക്ക് ആൻസർ നോക്കാം. മാർ ജേക്കബ് തൂങ്കുഴി. കറക്റ്റ് ആൻസർ. കയ്യടി കൊടുത്തേ. അങ്ങനെ ദേ ജനറൽ ക്വസ്റ്റ്യന് സനു കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 7 ചോദ്യവും കഴിഞ്ഞു. അപ്പോൾ ഉത്തരം തെറ്റിയത് കാരണം മെമൻറ്റോ ഇല്ലെന്നേ ഉള്ളൂ. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഗിഫ്റ്റ് ബാഗും സമ്മാനങ്ങളുമായിട്ടാണ് സനു മടങ്ങാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സമ്മാനങ്ങളായിട്ട് താഴേക്ക് പോരും. സനുദേ സമ്മാനങ്ങളായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിൽ പോയി. പക്ഷെ നമുക്ക് ഒരു പാർട്ടിസിപ്പന്റ് കൂടി ബാക്കിയില്ലേ? ഒരു പാർട്ടിസിപ്പന്റ് ബാക്കിയുണ്ട്. പക്ഷേ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇങ്ങോട്ട് തിരിയുക. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. Sando Mission Christainment. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനയ